തീർച്ചയായിട്ടും ആ പെൺകുട്ടി തന്നെ ആ പേര് വെളിപ്പെടുത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ വന്നിട്ടുള്ള സാഹചര്യവും തെളിവുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ കോൺഗ്രസിൻ്റെ യുവ MLA ആരാണെന്ന ചോദ്യത്തിന് കേരളത്തിലെ എല്ലാ ആളുകൾക്കും ഉത്തരം അറിയാവുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഗൗരവമായിട്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് യുവ MLA എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിലെ എല്ലാവരുടേതും ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ജനപ്രതിനിധി ഇങ്ങനെ ഒരു കൃത്യം നിർവഹിച്ചിട്ട് ജനങ്ങളുടെ മുന്നിൽ ഒരു MLA ആയി നിൽക്കാനുള്ള അവകാശം അവർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഈ ജനപ്രതിനിധിയായി നിൽക്കാൻ യോഗ്യതയില്ല എന്ന് ആ പെൺകുട്ടി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ജനപ്രതിയാവാൻ മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തകനായി പോലും ആവാനുള്ള യോഗ്യത ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനപ്രതിനിധിയാണെങ്കിൽ ആ പദവി രാജിവെച്ച് പോവേണ്ടതുണ്ട്. അല്പമെങ്കിലും അഭിമാനമുണ്ടെങ്കിൽ, രാഷ്ട്രീയ മര്യാദയുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം നാളെ തന്നെ അയാളെ രാജിവെപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് നടത്തേണ്ടത്. ഇനി ഇത്തരം ആളുകളെയെല്ലാം സംരക്ഷിച്ചിട്ട് ഇത്തരം പെൺകുട്ടികളുടെ വാക്കിന് വിലയില്ലാതെ ഇനിയിപ്പോൾ ഇവർക്കെതിരായിട്ട് സൈബർ അറ്റാക്ക് നടത്തിയിട്ടാണ് പോകാൻ ഭാവമെങ്കിൽ അത് അങ്ങനെയുള്ള MLA-മാർ പൊതുപരിപാടികളിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ജനങ്ങൾ തീരുമാനിക്കും. അത്തരം കാര്യങ്ങളിൽ DYFI സജീവമായി ഇടപെടും.